കൂത്തുപറമ്പ് നഗരസഭയിൽ മൂര്യാട് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നഗരസഭയും ആരോഗ്യ വകുപ്പും ചേർന്നാണ് വയലുംഭാഗം അങ്കണവാടിയിൽ ബോധവൽക്കരണം നടത്തിയത്. പ്രദേശത്തെ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ബോധവൽക്കരണ പരിപാടിയിൽ ആരോഗ്യ വകുപ്പിന്റെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വി രാജീവൻ ക്ലാസ് എടുത്തു. വാർഡ് കൌൺസിലർ ഇ ഷാജിന അധ്യക്ഷത വഹിച്ചു. ആരോഗ്യവാനായ ഒരാളിലാണ് ഷിഗല്ല ബാക്ടീരിയ പ്രവേശിക്കുന്നതെങ്കിൽ 5 മുതൽ 7 ദിവസത്തിനുള്ളിലാണ് എന്ത് സംഭവിക്കുക? ലക്ഷണങ്ങൾ പ്രകടമായി വരാൻ തുടങ്ങുക. ലക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വയറിളക്കം, പനി, ടെലിസ്മസ് പോലുള്ള അവസ്ഥകളെല്ലാം ഉണ്ടാവാം. ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വയറിളക്കം പൂർണ്ണമായി മാറിക്കഴിഞ്ഞാലും രോഗിയുടെ മലത്തിൽ നിന്നും ബാക്ടീരിയ ഇല്ലാതാവണമെങ്കിൽ വീണ്ടും മാസങ്ങൾ എടുക്കും. മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരാൾക്ക് ഷിഗല്ല രോഗം ബാധിച്ച ഒരാളാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ എന്തുണ്ടാവാം? മാസങ്ങളോളം ആ ഷിഗല്ലയുടെ ബാക്ടീരിയ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. നഗരസഭാ കൌൺസിലർ എൻ ധനഞ്ജയൻ, ജയചൈ, എ കെ സനത്ത്, ആശാ വർക്കർ കെ വി ഷീമ എന്നിവർ സംസാരിച്ചു. വയലംഭാഗം വായനശാലയ്ക്ക് സമീപത്തെ വീട്ടിലെ 62-കാരിക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. അസുഖബാധിതനായ ഭർത്താവ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ അവരെ പരിചരിക്കാനായി ആശുപത്രിയിൽ നിൽക്കുന്ന സമയത്താണ് പനി ബാധിച്ചത്. പനി മാറാതെ വന്നതോടെ നടത്തിയ പരിശോധനയിലാണ് രോഗം ഷിഗല്ലയാണെന്ന് സ്ഥിരീകരിച്ചത്. പ്രദേശത്ത് രോഗബാധ സ്ഥിരീകരിച്ചത് ജനങ്ങളെ ആശങ്കയിൽ കഴിയേണ്ട കാര്യമില്ല എന്നും കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും പരിസര ശുചീകരണവും ജാഗ്രതയോടെ നിർവഹിച്ചാൽ രോഗബാധ ഒഴിവാക്കാനാകുമെന്നും ബോധവൽക്കരണ ക്ലാസ് ഉദ്ബോധിപ്പിച്ചു. ന്യൂസ് സൈറ്റ് കൂത്തുപറമ്പ്. Walk into the world of elegance. The largest showroom of tiles and sanitary wares. Core Stones. Tiles, sanitary ware. Plumbing hardware. Bathroom fittings. Electricals. Building materials, marbles, a unique collection of masterpieces. Experience life's journey in luxury. Core Stones, Paripai, Srikandapuram.